Hello students, welcome to today's online class. So the remaining topic in chapter 3 is graphical method of solving a pair of linear equations. So we can draw the graph of a linear equation as a line, and we can find the solution of pair of linear equations from the graph. So before drawing the graph, we can easily say that by looking the coefficients, by comparing the coefficients of the variables, we can easily say that whether the graph of the line is intersecting, parallel, or coincident. Okay, we already learned that the graphs of pair of linear equations are either intersecting or parallel or coincident. Coincident means one line is over the other. ഒരു ലൈനിന്റെ മുകളിൽ മറ്റേ ലൈൻ അങ്ങനെ തന്നെ കാര്യം. Okay, so there are three types of graphs for a pair of linear equations. Okay, so the general form of a pair of linear equation is a1x plus b1y plus c1 equal to 0 and a2x plus b2y plus c2 equal to 0. So this is the general form of a pair of linear equations in two variables. So by looking the coefficients a1, a2, b1, b2 and c1, c2, by comparing these coefficients, we can easily say that whether the equation is consistent or inconsistent. Consistent means that equation has solution. If the equation has no solution, then that equations are called inconsistent. And also we can say about the graphs of these pair of equations by comparing the coefficients. Okay, അപ്പോൾ ഈ കോയിഫിഷ്യൻസ് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തിട്ട് തന്നെ നമുക്ക് ഗ്രാഫ് വരക്കാതെ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയൊക്കെയാലും അതിന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇഫ് a1/a2, a1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷനിൽ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ, സെക്കൻഡ് ഇക്വേഷനിൽ എക്സിൻ്റെ കൂടെയുള്ള നമ്പറാണ് a2. സോ ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ആർ a1 ആൻഡ് a2. ഇഫ് a1/a2 നോട്ട് ഈക്വൽ ടു b1/b2, അപ്പോൾ a1/a2 ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് നോക്കുക, ഇനി b1/b2 ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ രണ്ടും സെയിം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ c1/c2 ഒന്നും നോക്കണ്ട, നമുക്ക് പറയാം ദെയർ ഗ്രാഫ് ഈസ് ഇൻ്റർസെക്റ്റിംഗ്. ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും അതിൻ്റെ സൊല്യൂഷൻ. So the solution of the pair of equation is this intersecting point. Therefore this equation has one solution and is consistent. Solution ഉണ്ടെങ്കിൽ അതിന് പറയാം എന്താണ്, കൺസിസ്റ്റൻ്റ് ആണ്. സൊല്യൂഷൻ ഇല്ലെങ്കിൽ എന്ത് പറയും, ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറയും. So it is consistent. Okay, so if a pair of linear equation has solution, then they are called then that pair of equation is consistent. So here if a1/a2 not equal to b1/b2, just a1/a2 ആണ് കേട്ടോ, a1/a2 അതായത് ജസ്റ്റ് ഈ എക്സിൻ്റെ കോയിഫിഷ്യൻസും വൈയുടെ കോയിഫിഷ്യൻസും ഡിവൈഡ് ചെയ്ത് നോക്കുക, എന്നിട്ട് രണ്ടും സെയിം അല്ല, വേറെ രണ്ട് നമ്പേഴ്സാണ്. ഫോർ എക്സാമ്പിൾ a1/a2 1/2 എന്ന് കിട്ടി, b1/b2 3/7 എന്ന് കിട്ടി. ഈ 3/7 സിംപ്ലിഫൈ ചെയ്താലൊന്നും 1/2 കിട്ടൂല. അപ്പോൾ എന്തല്ല, അപ്പോൾ അത് പിന്നെ c1/c2 നോക്കണ്ട. a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 ആണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയൊക്കെ ഇൻ്റർസെക്റ്റിംഗ് ഗ്രാഫ് ആയിരിക്കും ആൻഡ് ഇറ്റ് ഈസ് കൺസിസ്റ്റൻറ്റ്. ഓക്കെ, ദെർഫോർ ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് വൺ സൊല്യൂഷൻ, ഓൺലി വൺ സൊല്യൂഷൻ. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും അതിൻ്റെ സൊല്യൂഷൻ. ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് പറഞ്ഞാൽ അവിടെ ഒരു എക്സിൻ്റെ ഒരു വാല്യൂ ഉണ്ടാവും, എക്സ് ആക്സിൽ വൈനൊരു വാല്യൂ ഉണ്ടാവും. ആ എക്സിൻ്റെ വാല്യൂ വൈൻ്റെ വാല്യൂ ആയിരിക്കും അതിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, ഇനിയിപ്പോൾ a1/a2 നമ്മൾ ചെയ്തു, അപ്പം തന്നെ b1/b2 ഈക്വൽ എന്ന് കിട്ടിയെന്ന് വിചാരിച്ചു. സപ്പോസ് a1/a2 ഈക്വൽ ടു b1/b2. അങ്ങനെയാണെങ്കിൽ നമ്മൾ c1/c2 കൂടി ചെക്ക് ചെയ്യണം. എക്സിൻ്റെ കൂടുതൽ നമ്പറാണ് a1ഉം a2, വൈയുടെ കൂടുതൽ നമ്പർ b1ഉം b2, പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്പറാണ് c1ഉം c2. അപ്പോൾ ഈ a1/a2 b1/b2 c1/c2 ഈക്വൽ ആണെങ്കിൽ, സപ്പോസ് ദീസ് ത്രീ റേഷ്യോസ് ആർ ഈക്വൽ, then that equation has infinitely many solution and the graph of the equation is a coincident line. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ a1/a2 b1/b2 c1/c2 ഈക്വൽ ആണെങ്കിൽ ഒരു ലൈനിൻ്റെ മുകളിൽ മറ്റേ ലൈൻ ഇങ്ങനെ പോകുന്ന പോലെ ആയിരിക്കും, അഥവാ കോയിൻസിഡൻറ്റ് ലൈൻ ആയിരിക്കും. കോയിൻസിഡൻറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈൻ എല്ലാ പോയിന്റിലും ടച്ച് ചെയ്യാണ് അല്ലേ, രണ്ട് ലൈനും. ദെർഫോർ ഇറ്റ് ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണെങ്കിലും സൊല്യൂഷൻ ഉണ്ടല്ലോ, അപ്പോൾ എന്തായിരിക്കും, ഒരൊറ്റ സൊല്യൂഷൻ അല്ല, ഒരുപാട് സൊല്യൂഷൻ ഉണ്ടാവും. എന്നാലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, കൺസിസ്റ്റൻറ്റ്. ദെൻ ഓൾസോ ദിസ് ഇക്വേഷൻ ഈസ് കൺസിസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ എത്രയാണ് പറഞ്ഞത്, a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 ആണെങ്കിൽ ദ ഗ്രാഫ് ഈസ് കൺസിസ്റ്റൻറ്റ്, ദ ഗ്രാഫ് ഈസ് ഇൻ്റർസെക്റ്റിംഗ് ആൻഡ് it has only one solution, therefore consistent.
ഈ A1/E2 ഈക്വൽ ടു B1/B2 കിട്ടിയാൽ നമ്മൾ C1/C2 കൂടി ചെക്ക് ചെയ്യുക. C1/C2 ആണ് നമ്മുടെ C1 എഴുതി, സോറി. C1/C2 കൂടി ചെക്ക് ചെയ്യുമ്പോൾ മൂന്നും ഈക്വൽ ആണെങ്കിൽ ഈ 3 റേഷ്യോസ് ആർ ഈക്വൽ. ഫോർ എക്സാമ്പിൾ, ഒന്ന് നമുക്ക് 1/2 എന്ന് കിട്ടി, മറ്റൊന്ന് 3/6 എന്ന് കിട്ടി. ഈ 3/6ഉം സിംപ്ലിഫൈ ചെയ്താൽ തന്നെയാണ് 1/2 തന്നെയാണ്. അപ്പോൾ A1/A2 B1/B2 സെയിം ആണ്. ഈ C1/C2 നോക്കിയപ്പോൾ അതും 1/2 എന്ന് കിട്ടി. അപ്പോൾ മൂന്നും ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ A1/A2 C1/C2 B1/B2 മൂന്നും ഈക്വൽ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആൻഡ് ദി ഗ്രാഫ് ഈസ് കോയിൻസിഡൻറ്റ് ലൈൻ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കൺസിസ്റ്റൻറ്റ്. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് എന്ന് പറയും. ഇനി ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. A1/A2 ഈക്വൽ ടു B1/B2 കിട്ടി അല്ലേ? നമ്മൾ പറഞ്ഞത് A1/A2 നോട്ട് ഈക്വൽ ടു B1/B2 ആണെങ്കിൽ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ആ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഒറ്റ ഒരു ഗ്രാഫ് ഇൻ്റർസെക്റ്റിംഗ് ആയിരിക്കും. A1/A2 B1/B2 C1/C2 ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? ഗ്രാഫ് കോയിൻസിഡൻ്റ് ആയിരിക്കും. കോയിൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ മുകളിൽ മറ്റൊന്നായിരിക്കും. ഇനി മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ A1/A2 ഈക്വൽ ടു B1/B2 ഈക്വൽ ടു C1 നോട്ട് ഈക്വൽ ടു C1/C2. അതായത് A1/A2 B1/B2 ഈക്വൽ ആണ്, പക്ഷേ അതിനോട് C1/C2 ചെയ്തപ്പോൾ വേറെ നമ്പറാണ് കിട്ടി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, A1/A2 1/2 എന്ന് കിട്ടി, B1/B2 കിട്ടിയപ്പോൾ 1/2 എന്ന് കിട്ടി. മറ്റേത് നമുക്ക് 3/4 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ A1/A2 ഈക്വൽ ആണ്, B1/B2 ഈക്വൽ ആണ്, പക്ഷേ C1/C2 എന്തല്ല, അതിനോട് ഈക്വൽ അല്ല. Therefore the graph of the equation is parallel. Okay, graph of the equation are parallel. The lines of the equations are parallel and it has no solution. ഈ കേസിലാണ് സൊല്യൂഷൻ ഇല്ലാത്തത്. സൊല്യൂഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്ത് പറയും? ഇൻകൺസിസ്റ്റൻ്റ്. അപ്പോൾ മറ്റ് രണ്ട് കേസിലും കൺസിസ്റ്റൻ്റ് ആണ്. സൊല്യൂഷൻ ഇല്ലെങ്കിൽ എന്ത് പറയും? ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറയും. ഓക്കെ, ഇൻകൺസിസ്റ്റൻ്റ്. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് പറയും? കൺസിസ്റ്റൻ്റ്. ഓക്കെ, ഈ രണ്ട് കേസും കൺസിസ്റ്റൻ്റ് ആണ്. ഈ ഒരു പാരലാണെങ്കിൽ മാത്രമുള്ള എന്താ? ഇൻകൺസിസ്റ്റൻ്റ്. ഓക്കെ, അപ്പോൾ അത്രയുള്ളൂ പറഞ്ഞത്. A1/A2 നോട്ട് ഈക്വൽ ടു B1/B2 ആണെങ്കിൽ പിന്നെ ഒന്നും ചെക്ക് ചെയ്യേണ്ടത്, അതിന് ഒരൊറ്റ സൊല്യൂഷൻ ഉണ്ടാവും, ഇൻ്റർസെക്റ്റിംഗ് ലൈൻ ആയിരിക്കും. ഇനി A1/A2 ഈക്വൽ ടു B1/B2 കിട്ടിയിട്ട് പിന്നെ C1/C2 അതിനോട് ഈക്വൽ ആണെങ്കിൽ ഇറ്റ് ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, ഗ്രാഫ് കോയിൻസിഡൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി A1/A2 ഈക്വൽ ടു B1/B2 കിട്ടി, പക്ഷേ C1/C2 അതിനോട് ഈക്വൽ അല്ലെങ്കിൽ ഗ്രാഫ് ഹാസ് നോ സൊല്യൂഷൻ, ഗ്രാഫ് ഈസ് പാരലൽ. ഓക്കെ, പാരലൽ ലൈൻസ് ആയിരിക്കും. അപ്പോൾ നോ സൊല്യൂഷൻ ഇല്ല, ഈ ഒരു പാരലൽ ലൈനിൽ മാത്രമാണ് ഇക്വേഷൻ എന്താ ഇൻകൺസിസ്റ്റൻ്റ് ആവുക. ബാക്കി രണ്ട് കേസിലും ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടെങ്കിലും അതേപോലെ തന്നെ ഒരൊറ്റ സൊല്യൂഷൻ ആണെങ്കിലും ഇറ്റ് ഈസ് കൺസിസ്റ്റൻറ്റ്. ഓക്കെ, സൊല്യൂഷൻ ഉണ്ടെങ്കിൽ കൺസിസ്റ്റൻറ്റ്, ഇല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻറ്റ്. ഓക്കെ, സോ all of you write down this in your notebook. A1/A2 ഈ നോട്ട് ഈക്വൽ ടു B1/B2 ആണെങ്കിൽ ഇൻ്റർസെക്റ്റിംഗ്, പിന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി എഴുതുക, one solution, exactly one solution. Then A1/A2 not equal to B1/B2 equal to C1/C2 ആണെങ്കിൽ കോയിൻസിഡൻ്റ് ആണെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ഓക്കെ, then A1/A2 equal to B1/B2 not equal to C1/C2 ആണെങ്കിൽ പാരലൽ ആൻഡ് നോ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ. A1/A2 നോട്ട് ഈക്വൽ ടു B1/B2 ആണെങ്കിൽ വൺ സൊല്യൂഷനാണ്, ഇൻ്റർസെക്റ്റിംഗ് ലൈനാണ്. A1/A2 ഈക്വൽ ടു B1/B2 ഈക്വൽ ടു C1/C2 ആണെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, കോയിൻസിഡൻ്റ് ലൈനാണ്. A1/A2 ഈക്വൽ ടു B1/B2 എന്ന് കിട്ടി, ബട്ട് നോട്ട് ഈക്വൽ ടു C1/C2 ആണെങ്കിൽ പാരലാണ്, നോ സൊല്യൂഷൻ. ഓക്കെ, ഈ രണ്ട് കേസിലും ഒരു സൊല്യൂഷൻ ആണെങ്കിലും ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണെങ്കിലും ദിസ് ഗിവൺ ഇക്വേഷൻ ആർ കൺസിസ്റ്റൻറ്റ്, അതർവൈസ് ദ ഇക്വേഷൻ ഈസ് ഇൻകൺസിസ്റ്റൻറ്റ്. സൊല്യൂഷൻ ഇല്ലാത്ത ഈ ഒരു കേസിൽ മാത്രം എന്താണ്? ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ചിലപ്പോൾ കൺസിസ്റ്റൻ്റ് ഓർ ഇൻകൺസിസ്റ്റൻ്റ് ചോദിക്കും. അപ്പോൾ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് കിട്ടിയാലും വൺ സൊല്യൂഷൻ എന്ന് കിട്ടിക്കഴിഞ്ഞാലും അഥവാ ഇൻ്റർസെക്റ്റിംഗ് ആണെങ്കിലും കോയിൻസിഡൻ്റ് ആണെങ്കിലും കൺസിസ്റ്റൻ്റ് ആണ്, പാരലൽ ആവുമ്പോൾ ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് ഡു സം പ്രോബ്ലംസ് റിലേറ്റഡ് വിത്ത് the graphical representation. So the next question, check whether the pair of equations is consistent. If so, solve them graphically. അപ്പോൾ ഇത് കൺസിസ്റ്റൻ്റ് ആണോ അല്ലെ ചെക്ക് ചെയ്യണം. ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഗ്രാഫിക്കലി സോൾവ് ചെയ്യണം. കൺസിസ്റ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊല്യൂഷൻ ഉണ്ടോ ഇല്ലേ. ഓക്കെ, സോ ഫസ്റ്റ് വി ആർ കമ്പയറിങ് ദി റേഷ്യോസ്.
റേഷ്യോസ് ഓഫ് കോയിഫിഷ്യൻസിൻ്റെ റേഷ്യോ കമ്പയർ ചെയ്യണം. അഥവാ എക്സിൻ്റെ കൂടുതൽ നമ്പർ, വൈയുടെ കൂടുതൽ നമ്പർ, പിന്നെ കോൺസ്റ്റൻറ്റ് നമ്പർ. ഇതിലിപ്പോൾ കോൺസ്റ്റൻറ്റ് നമ്പർ റൈറ്റ് സൈഡിലാണ്. നമ്മൾ ജനറൽ ഫോം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും എല്ലാ കോൺസ്റ്റൻറ്റും ലെഫ്റ്റിലേക്ക് വന്നിട്ട് ഈക്വൽ ടു 0 എന്ന് എഴുതുന്നതാണ് ജനറൽ ഫോം. ഇനി ജനറൽ ഫോമിലേക്ക് ആക്കി കമ്പയർ ചെയ്യാം. ഇനി അതല്ല രണ്ട് ഇക്വേഷനിലും റൈറ്റ് സൈഡിലാണ് ഈ കോൺസ്റ്റൻ്റ് എങ്കിൽ അത് ലെഫ്റ്റിലേക്ക് എടുക്കണം നിർബന്ധമൊന്നുമില്ല. കാരണം ഇത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 6/12 എന്ന് പറഞ്ഞാൽ 1/2 എന്നാണ്. ഇനി ഇത് ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ -6ഉം -12 ആവും. അപ്പോൾ കമ്പയർ ചെയ്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും നെഗറ്റീവും ഡിവൈഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവും. ഇറ്റ്സ് ഓൾസോ 1/2. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഇക്വേഷനിലും റൈറ്റ് സൈഡിലാണെങ്കിൽ പിന്നെ ലെഫ്റ്റിലേക്ക് എടുക്കണം നിർബന്ധമൊന്നുമില്ല ഈ കോൺസ്റ്റൻറ്റ്. ഇനി ഒന്നിൽ ഇത് ലെഫ്റ്റിലും ഒന്നിലിപ്പോൾ ഈ 6 ലെഫ്റ്റ് സൈഡിലാണെന്ന് എഴുതിക്കോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റേത്തെ ഈ 12നെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, കമ്പയർ ചെയ്യുമ്പോൾ അഥവാ രണ്ടും ഒരേ ഫോമിലായിരിക്കണം. ഇവിടെ എക്സും വൈയും ഇവിടെ കോൺസ്റ്റൻറ്റും, ഇവിടെ എക്സും വൈ ഇവിടെയും കോൺസ്റ്റൻറ്റ്, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, സോ ലെറ്റ്സ് കമ്പയർ ദി കോയിഫിഷ്യൻസ്. ഫസ്റ്റ് a1/a2. a1/a2 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കൂടെയുള്ള നമ്പേഴ്സ്. ഇവിടെ ഫസ്റ്റ് വെറും എക്സ് ആണ്. വെറും എക്സ് എന്ന് പറഞ്ഞാൽ 1. എക്സിൻ്റെ കൂടെയുള്ള നമ്പർ 1 കോയിഫിഷ്യൻ. ദെൻ നെക്സ്റ്റ് 2x, സോ 1/2. ഓക്കെ, സോ a1/a2 ഈക്വൽ ടു 1/2. നെക്സ്റ്റ് b1/b2. b1/b2 പറഞ്ഞു കഴിഞ്ഞാൽ വൈയുടെ കൂടെയുള്ള നമ്പേഴ്സ്. വൈയുടെ കൂടെ ഏതൊക്കെയാണ്? 3 ആണ് ഫസ്റ്റത്തിൽ അല്ലേ. സെക്കൻഡ് -3 ആണ്. ഓക്കെ, സോ 3/-3. സോ 3/-3 പറഞ്ഞാൽ -1 അല്ലെങ്കിൽ -1/1. ഓക്കെ, പോസിറ്റീവ് നെഗറ്റീവും എഴുതുമ്പോൾ നെഗറ്റീവാണ്. ലുക്ക് അറ്റ് ഹിയർ a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 അല്ലേ. a1/a2ഉം b1/b2ഉം എന്തല്ല? ഈക്വൽ അല്ല. അപ്പോൾ പിന്നെ c1/c2 ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, രണ്ടും ഈക്വൽ എന്ന് വന്നാൽ c1/c2 നോക്കിയാൽ മതി. a1/a2 നോട്ട് ഈക്വൽ ടു b1/b2, ദെൻ ദി ഗ്രാഫ് ഈസ് intersecting and it is consistent. Okay, so it has only one solution. അപ്പോൾ 1 സൊല്യൂഷൻ ആയിരിക്കും. അതുകൊണ്ട് എന്തായിരിക്കും? കൺസിസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 ആണെങ്കിലും കൺസിസ്റ്റൻ്റ് ആണ്. അഥവാ ഒരു സൊല്യൂഷനാണ് ഉണ്ടാവുക. ഇൻ്റർസെക്റ്റിംഗ് ലൈൻ ആയിരിക്കും ഗ്രാഫ്. ഓക്കെ, ഇനി a1/a2 ഈക്വൽ ടു b1/b2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതും 1/2 b1/b2 1/2 ആണെങ്കിൽ നമ്മൾ c1/c2 കൂടി നോക്കണം. അപ്പോൾ c1/c2 ഇതിനോട് ഈക്വൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് പാരലായിരിക്കും. പാരലല്ല, c1/c2 ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? അത് കോയിൻസിഡൻ്റ് ആയിരിക്കും. അഥവാ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടായിരിക്കും, കൺസിസ്റ്റൻ്റ് ആണ്. ഇനി അത് c1/c2 ഇതിനോട് ഈക്വൽ അല്ലെങ്കിലായിരിക്കും എന്ത്? പാരലൽ ആൻഡ് ഇൻകൺസിസ്റ്റൻറ്റ്. ഓക്കെ, a1/a2 ഈക്വൽ ടു b1/b2 നോട്ട് ഈക്വൽ ടു c1/c2 വരുമ്പോഴാണ് എന്ത്? പാരലൽ, ഇൻകൺസിസ്റ്റൻ്റ് ആവണം. അല്ലെങ്കിലൊക്കെ കൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 ആണെങ്കിൽ പിന്നെ നമ്മളൊന്നും ചെക്ക് ചെയ്യേണ്ട. ഇത് ഈക്വൽ കിട്ടിയാൽ മാത്രം c1/c2 നോക്കിയാൽ മതി. ഓക്കെ, സോ വി ഗെറ്റ് ദാറ്റ് ഇറ്റ് ഈസ് കൺസിസ്റ്റൻറ്റ് ആൻഡ് ദ ഗ്രാഫ് ഈസ് ഇൻ്റർസെക്റ്റിംഗ്. ഇനി നമുക്ക് അതിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ വി നീഡ് 2 പോയിൻറ്റ്സ് അല്ലേ. അപ്പോൾ ആദ്യം 2 ഗ്രാഫ് ഉണ്ട് ഇവിടെ. x+3y = 6 ഉണ്ട്, പിന്നെ രണ്ടാമത്തെ ഒരു ഇക്വേഷനും ഉണ്ട്. അപ്പോൾ ആദ്യം x+3y = 6ൻ്റെ ഗ്രാഫ് വരയ്ക്കണം. ഓക്കെ, ഒരു ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എത്ര പോയിന്റ് വേണം? 2 പോയിന്റ് വേണം. ഓക്കെ, സോ വി നീഡ് 2 പോയിൻറ്റ്സ് ടു ഡ്രോ എ ലീനിയർ ഗ്രാഫ്. ജസ്റ്റ് എക്സിന് ഒരു പോയിന്റ് കൊടുക്കുക, വൈന് ഒരു പോയിന്റ് കൊടുക്കുക. അതിനനുസരിച്ച് വൈയുടെ വാല്യൂ എന്താ കിട്ടണം നോക്കുക. ഓക്കെ, ആദ്യം എക്സിന് ഒരു പോയിന്റ് കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്താ കൊടുക്കുക, പിന്നെ എക്സിന് അല്ലെങ്കിൽ വേറെ പോയിന്റ് കൊടുക്കുക. അങ്ങനെ പല രൂപത്തിൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ ഏറ്റവും എളുപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം? x = 6 - 3y എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പോയിന്റാണ് വരേണ്ടത്. അഥവാ എക്സിന് നമ്മളൊരു വാല്യൂ കൊടുക്കും, അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? വൈയുടെ ഒരു വാല്യൂ കിട്ടണം. ഓക്കെ, അങ്ങനെ 2 പോയിന്റ് കിട്ടണം. ഇപ്പോൾ തന്നെ ഇതിൽ ഈ ഇക്വേഷന് +3y അങ്ങോട്ടുണ്ടായപ്പോൾ -3y എന്നാക്കി. ഇനി അങ്ങനെ ആക്കാതെയും ചെയ്യുകയൊക്കെ ചെയ്യാം. അവിടെ ഈ ഇക്വേഷനിൽ തന്നെ എക്സിന് ഒരു വാല്യൂ കൊടുത്തിട്ട് വൈന് എന്താ കിട്ടണമെന്ന് നോക്കാം. ഓക്കെ, വേറെ ഒന്നുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ x = 6 - 3y എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വൈക്ക് ഒരു വാല്യൂ കൊടുത്താൽ അതിനനുസരിച്ച് എക്സിന് എന്താ കിട്ടണം നോക്കാം. y 0 കൊടുത്തു കഴിഞ്ഞാൽ x = എന്ത് വരും? 6 - 3 × y. 3 × y, വൈക്ക് പകരം 0 കൊടുത്തു കഴിഞ്ഞാൽ 0 എന്ന് വരും. 3 × 0 പറഞ്ഞാൽ 0. 6 - 0 എന്ത് വരും? 6 എന്ന് വരും. അപ്പോൾ വൈക്ക് 0 കൊടുക്കുമ്പോൾ മാറരുത്. വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സ് എന്താ കിട്ടിയത്? 6 കിട്ടിയത്. എക്സ് ആണ് 6 കിട്ടിയത്. ഓക്കെ, അപ്പോൾ 6 0 എന്നുള്ള ഒരു പോയിന്റ് കിട്ടി. ഇനി ഒരു പോയിന്റ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ലൈന് വരക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വൈക്ക് വേറൊരു വാല്യൂ കൊടുക്കാം. വൈക്ക് നമുക്ക് ഏത് വാല്യൂം കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വൈക്ക് ഇനി വേണമെങ്കിൽ 1 ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇനി എക്സിന് 0 ഇട്ട് കൊടുക്കാം. എന്തും ചെയ്യാം. നമുക്ക് എക്സിന് 0 കൊടുത്തിട്ട് വൈ എന്താ കിട്ടണമെന്ന് വേണമെങ്കിൽ ഈ ഇക്വേഷനിൽ എക്സിന് 0 കൊടുത്തിട്ട് വൈ എന്താ കിട്ടണമെന്ന് നോക്കാം. ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, നമുക്ക് എളുപ്പം ഏതാണോ അത് ചെയ്യാം. അപ്പോൾ വൈക്ക് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ x = എന്ത് വരും? 6 - 3 × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y 1 ആണെങ്കിൽ 3 × 1 വരും. 3 × 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 6 - 3 എന്ത് വരും? 3 എന്ന് വരും. അപ്പോൾ y 1 ആവുമ്പോൾ x എന്താണ്? 3 അല്ലേ. y 1 ആവുമ്പോൾ x3 മാറരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോയിന്റ് മാറും. y 1 കൊടുത്തപ്പോൾ x3 എന്നിട്ട്. അപ്പോൾ 2 പോയിന്റ് കിട്ടിയില്ല. ഏതൊക്കെയാണ്? 6 0 3 1. ജസ്റ്റ് നമ്മൾ ഗ്രാഫ് വരക്കുക.
എന്നിട്ട് ഗ്രാഫിൽ എന്ത് ചെയ്യുക, ഇവിടെ ഒരു 60 എന്നുള്ള പോയിന്റ്, അതായത് എക്സ് ആക്സിൽ 6 വൈയിൽ 0 ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും, പിന്നെ എക്സിൽ 3യും വൈയിൽ 1ഉം ആയിട്ടൊരു പോയിന്റ് ഇവിടെ കിട്ടും. എന്നിട്ട് രണ്ടും ജസ്റ്റ് കണക്ട് ചെയ്ത് വരച്ച ഒരു ഗ്രാഫായി. അത് എക്സിൽ 3യും വൈയിൽ 1ഉം വരുന്ന ഭാഗത്താണ് ഈ പോയിന്റ്. ഓക്കെ, അപ്പോൾ 2 പോയിന്റ് വരച്ച് കഴിഞ്ഞാൽ ഗ്രാഫായി. ഒരു ഇവിടെ നോക്കാം ഇതിൽ ഈ 6 0 അതാ എക്സ് ആക്സിൽ 6, ഇവിടെ 6 എന്നുള്ള പോയിൻ്റാണ്, ഇവിടെ ഇത് 6 എന്നുള്ള പോയിൻ്റാണ്. പിന്നെ y 0 പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ് ആക്സിൽ ഒരു പോയിൻ്റാണ്, കാരണം ഇങ്ങോട്ട് മുകളിലേക്കോ താഴേക്കോ ഉള്ളതാണ് y. ഈ വെർട്ടിക്കൽ ലൈനാണ് y, ഇതൊക്കെ അറിയാലോ അല്ലേ. ഇത് y ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. ഈ റൈറ്റ് സൈഡിൽ പോസിറ്റീവ്, ഇത് മുകളിൽ പോസിറ്റീവ്, ഇത് ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ്, ഇത് താഴേക്ക് നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ 6 0 എന്നുള്ള പോയിൻ്റ് എവിടെ വരും, എക്സ് 6 ഇത് അവിടെ നോക്കുക, 6 0 എന്നുള്ള പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ എക്സിൽ 6 വരും, എക്സ് ആക്സിൽ 6, എക്സ് ആക്സിൽ 6 കാരണം ഇവിടെ. ഈ y 0 പറഞ്ഞാൽ ഇവിടെ തന്നെ, y ആക്സിൽ ഒന്നുമില്ല, മുകളിലേക്കും താഴേക്കും പോകണ്ട, അവിടെ തന്നെ. സോ 6 0. ഇനി അടുത്ത പോയിന്റ് ഞാൻ പറഞ്ഞത് ഏതായിരുന്നു, നമുക്ക് കിട്ടിയ പോയിന്റ് 3 1 ആണ്. പക്ഷേ ടെക്സ്റ്റിൽ വേറെ പോയിൻ്റാണ് ചെയ്തിട്ടുള്ളത്, കാരണം ടെക്സ്റ്റിൽ വൈക്ക് എക്സിന് 0 കൊടുത്തപ്പോൾ y2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 0 2 എന്നുള്ള പോയിൻ്റാണ്. ഞാൻ പറഞ്ഞത് 3 1 എന്നുള്ള പോയിൻ്റായിരുന്നു. അപ്പോൾ എക്സിന് 3 കൊടുക്കുമ്പോൾ y1, അപ്പോൾ ഇവിടെയാണ് ആ പോയിന്റ് വരുന്നത്. ഓക്കെ, ഈ ഭാഗത്താണ് ആ പോയിന്റ് വരുന്നത്. ഓക്കെ, ഈ ഭാഗത്താണ് ആ പോയിന്റ് വരുന്നത് 3 1, x3 y1. അപ്പോൾ രണ്ടും കണക്ട് ചെയ്ത് വരച്ച നമ്മളുടെ ആ ലൈനിൻ്റെ ഗ്രാഫാണ് ഇത്. ഓക്കെ, ആ ഇക്വേഷൻ്റെ ഗ്രാഫാണ് ഈ ലൈൻ. ഓക്കെ, ഇതേപോലെ നമുക്ക് അടുത്ത ഇക്വേഷൻ്റെ ഗ്രാഫും വരക്കാം. അടുത്ത ഇക്വേഷൻ ഏതാണ്, നെക്സ്റ്റ് ഇക്വേഷൻ ഈസ് 2x - 3y = 12 അല്ലേ. 2x - 3y = 12. ഓക്കെ, അപ്പോൾ 2x = 12 + 3y. ഈ -3y അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും, +3y എന്നാവും. ഇങ്ങനെയൊക്കെ ചെയ്യാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. 2x = എന്നാണ്, 2x = എന്തുവരും 12 + 3y. ഇനി ഇങ്ങനെയൊന്നും ചെയ്യാതെ ഇക്വേഷനിൽ തന്നെ ഓരോ വില ഇട്ട് കൊടുത്തിട്ട് ആ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടും ചെയ്യാം. ഓക്കെ, ഇനി ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും, y2 എന്ന് വരും അല്ലേ. അപ്പോൾ x = 12 + 3y/2. അപ്പോൾ y = അപ്പോൾ നമുക്ക് കിട്ടിയതാണ് x = 12 + 3y/2. 12 + 3y/2. ഓക്കെ, അപ്പോൾ y 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, y 0 കൊടുത്തു കഴിഞ്ഞാൽ x = 12/2 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 6. അപ്പോൾ ഇതിനും നമുക്കൊരു പോയിന്റ് കിട്ടി. ഏതാണ്, y 0 കൊടുക്കുമ്പോൾ x 6 തന്നെ. ഓക്കെ, x 6, y 0 കൊടുക്കുമ്പോൾ x 6. ഓക്കെ, ഇനി ഇതിൽ വൈക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ 3 × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എന്ന് വരും. അപ്പോൾ 12 + 3 15, 15/2 പറഞ്ഞാൽ 7.5. 7.5 എന്ന് പറയുമ്പോൾ 70 8ൻ്റെ ഇടയിലൊരു പോയിൻ്റാണ് എക്സ് ആക്സിൽ വരിക. അപ്പോൾ നമുക്ക് ആ പോയിന്റ് കൊടുക്കണമെന്നില്ല, കാരണം നമുക്കൊന്നും കൂടി ഹോൾ നമ്പർ അത് നിർത്താനും കുഴപ്പമൊന്നുമില്ല. എക്സ് ആക്സിൽ നോക്കിയാൽ മതി. 7.5 എന്ന് പറഞ്ഞാൽ 70 8ൻ്റെ ഇടയിലുള്ള പോയിന്റ്. ഇനി അതല്ലാതെ വേറെ നമുക്ക് വൈക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈക്ക് നമുക്കൊരു 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, 3 × 2 6 എന്ന് വരും അല്ലേ. വൈക്ക് 2 ആണെങ്കിൽ 3 × 2 12 + 3 × 2 എന്ന് പറഞ്ഞാൽ 6 എന്ന് വരും. അപ്പോൾ 12 + 6/2 എന്ന് വരും. 12 + 6 എന്ന് പറഞ്ഞാൽ 8, 8/2 വരുമ്പോൾ 9. അപ്പോൾ 2 9 എന്നുള്ള പോയിന്റ് വരും. ഇനി അതല്ല എക്സിന് 0 ഇട്ട് കൊടുത്ത് നോക്കാം. പലതും ചെയ്യാം കേട്ടോ. എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ y എന്താ കിട്ടണമെന്ന് വേണമെങ്കിൽ നോക്കാം. ഓക്കെ, എക്സിന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ 2x = 12 + 3y എന്നാണ് വരിക അല്ലേ. 12 + 3y എന്നാണ്. അപ്പോൾ എക്സിന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം മൊത്തം 0 ആയി. അപ്പോൾ ഈ +12 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും, -12 എന്നാവും. ഈ × 3 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, /3 എന്നാവും. അപ്പോൾ ഒരു 4 കിട്ടും. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് 4. അങ്ങനെ നമുക്ക് പല രൂപത്തിൽ പോയിന്റ് കണ്ടുപിടിക്കാം. അങ്ങനെ നെക്സ്റ്റ് പോയിന്റും കിട്ടിയിട്ട് ഇപ്പോൾ എക്സിൽ 0 കൊടുക്കുമ്പോൾ വൈയിൽ -4 ഉണ്ട്. അതേപോലെ നമ്മൾ ആദ്യം പറഞ്ഞാൽ 6 0 എന്നുള്ള പോയിന്റാണ്. അപ്പോൾ രണ്ടും കൂടി യോജിപ്പിച്ച് കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ 2 ലൈന് കിട്ടും. ഓക്കെ, ഈ 2 ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റാണ് സൊല്യൂഷൻ. സോ സൊല്യൂഷൻ ഈസ് 6 0. ദാറ്റ് മീൻസ് x = 6, y = 0 is the solution. X = 6 and y = 0. ഓക്കെ, x 6ഉം y 0 ആണ് അതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ നമുക്കിത് നമ്മൾ ഗ്രാഫിൽ കണ്ടുപിടിച്ചൊരു പോയിന്റ് തന്നെയാണ്. അതല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു ഇവിടെ എവിടെയെങ്കിലും ഈ പോയിന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ x വാല്യൂ y വാല്യൂ ജസ്റ്റ് നോക്കുക. 2 ഗ്രാഫ് ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇപ്പോൾ ഇവിടെയാണെന്ന് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ x വാല്യൂ എന്താ കിട്ടുന്നത്, y വാല്യൂ എന്താണ് കിട്ടുന്നത് നോക്കുക. അപ്പോൾ x 4 ആണ്, y എന്താണ് 2 ആണ് കിട്ടുന്നത്. അപ്പോൾ 4 2 എന്നായിരിക്കും അതിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ എവിടെയാണോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ആ പോയിന്റിലുള്ള എക്സിൻ്റെ വാല്യൂവും വൈയുടെ വാല്യൂ നോക്കുക. അപ്പോൾ ഇവിടെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് അല്ല, ഇവിടെയാണ് കൂട്ടിമുട്ടുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 6 ആണ്, വൈൻ്റെ വാല്യൂ 0 ആണ്. സോ 6 0 is the solution. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രാഫിക്കലി find whether the following pair of equation has no solution, unique solution or infinitely many solution. Okay,
അപ്പോൾ നമുക്ക് ഗ്രാഫിക്കലി ഫൈൻഡ് വെദർ ദി ഫോളോയിങ് പെയർ ഓഫ് ഇക്വേഷൻ ഹാസ് നോ സൊല്യൂഷൻ, യുണീക് സൊല്യൂഷൻ ഓർ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ആദ്യം വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കോയിഫിഷ്യൻസ് ഒക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രാഫ് വരച്ചിട്ട് വേണമെങ്കിൽ നോക്കാം. ഇപ്പോൾ കോയിഫിഷ്യൻസ് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഈ രണ്ട് ഇക്വേഷനും ഏകദേശം സെയിം ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് മൊത്തം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഇക്വേഷൻ കിട്ടും. ഓക്കെ, സെക്കൻഡ് ഇക്വേഷനിലെ എല്ലാ നമ്പറിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് എഴുതിക്കോ. അപ്പോൾ ഫസ്റ്റ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 15x എന്ന് വരും. പിന്നെ ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ 5 മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന 5 ക്യാൻസൽ ചെയ്ത് 24y എന്ന് വരും. നെക്സ്റ്റ് ടേം 3/3 എന്ന് വരും, കാരണം ബൈ 5 × 5 എന്ന് പറയുമ്പോൾ അത് 5 ക്യാൻസൽ ചെയ്യും, ഈക്വൽ ടു 0. ഇനി ഇതിനെ മൊത്തം 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3x 15/3 പറഞ്ഞാൽ 5 ആണ് അല്ലേ. 5x മൈനസ് 24/3 എന്ന് പറയുമ്പോൾ 8y പ്ലസ് 3/3 വരുമ്പോൾ 1 ഈക്വൽ ടു 0. അപ്പോൾ നോക്കാം, ഫസ്റ്റ് ഇക്വേഷനും ഈ രണ്ടാമത്തെ ഇക്വേഷനും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ a1/a2 ചെയ്ത് പോയി കഴിഞ്ഞാൽ 5/3 എന്ന് വരും. ഇനി b1/b2 ചെയ്താലും 5/3 എന്നാണ് കിട്ടുക. -8/24/5 എന്ന് വരും. ഈ 24/5 മുകളിൽ കൊണ്ടുപോയാൽ 5/24 എന്ന് വരും. ആ 24ഉം 8ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3 എന്ന് കിട്ടും. ഓക്കെ, മൈനസും ഡിവൈഡ് ചെയ്യുമ്പോൾ പ്ലസ്, അപ്പോഴും 5/3 തന്നെ കിട്ടുക. അപ്പോൾ നമുക്ക് a1/a2 ചെയ്താലും b1/b2 ചെയ്താലും c1/c2 നോക്കാം 1/3/5 എന്നാണ്. ഈ 3/5 c1/c2 1/3/5 എന്നാണ്. അപ്പോൾ 1/3/5 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ താഴെയുള്ള ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5/3 എന്ന് വരും. അപ്പോഴും എന്തെന്നെ കിട്ടുക? a1/a2 b1/b2 c1/c2 ചെയ്ത് നോക്കിയാൽ സെയിം തന്നെയാണ്. നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ സെയിം തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ്? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷനാണ്. അപ്പോൾ ഒരു ഗ്രാഫിൻ്റെ മുകളിലാണ് മറ്റേ ഗ്രാഫ് വരിക. അപ്പോൾ ഒറ്റ ഗ്രാഫ് വരച്ചാൽ മതി, അതന്നേക്കാരം മറ്റേതിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഈ നമ്പേഴ്സൊന്നും കണ്ടിട്ട് അന്തം വിടേണ്ട ആവശ്യമില്ല. ഈ രണ്ടും സെയിം തന്നെയാണ് ഗ്രാഫ്. അപ്പോൾ ഒരേ ലൈൻ തന്നെയാണ് ഗ്രാഫ് വരിക. അപ്പോൾ ഈ 5x - 8y + 1ൻ്റെ ഒരൊറ്റ ഗ്രാഫ് വരക്കുക. അത് വരക്കാൻ വലിയ പണിയൊന്നുമില്ല. എക്സിന് എന്തെങ്കിലും വാല്യൂ ഇട്ട് കൊടുക്കുക. ഓക്കെ, 5x - 8y + 1 ഈക്വൽ ടു 0 അല്ലേ. ഇപ്പോൾ 5x + 1 ഈക്വൽ ടു എന്ത് വരും? 8y എന്നൊക്കെ വരും. ഓക്കെ, അല്ലെങ്കിൽ 5x ഈക്വൽ ടു ഈ +8y അങ്ങോട്ടുണ്ടാവും, -8y അങ്ങോട്ടുണ്ടാവും, +8y എന്ന് വരും. +1 അങ്ങോട്ടുണ്ടാവും, -1 എന്ന് വരും. സോ x ഈക്വൽ ടു 8y - 1/5 എന്ന് വരും. ഇനി വൈക്ക് പല വാല്യൂസ് ഇട്ട് കൊടുക്കും. അപ്പോൾ വൈക്ക് നമ്മൾ 1 ഇട്ട് കൊടുത്ത് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ -1/5. അപ്പോൾ -1/5 ഒക്കെ നമുക്ക് ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് വൈക്ക് ഏതിട്ട് കൊടുക്കുമ്പോഴാണ് ഹോൾ നമ്പർ കിട്ടണമെന്ന് നോക്കുക കേട്ടോ. ഇപ്പോൾ വൈക്ക് നമ്മൾ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 16 - 1 15 ആണ്. 15 നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ വൈക്ക് 2 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? x 3 എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ വൈക്ക് 2 എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 8 × 2 16, 16 - 1 15, 15/5 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. അപ്പോൾ ഒരു ഹോൾ നമ്പർ, മാക്സിമം ഹോൾ നമ്പർ കിട്ടണം നോക്കുക വൈക്ക് ഏതെങ്കിലും കൊടുക്കുമ്പോൾ എക്സിന്. ഓക്കെ, അങ്ങനത്തെ 2 പോയിന്റ് കിട്ടിയാൽ മതി. ആ 2 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഗ്രാഫ് വരക്കാം. അപ്പോൾ ആ ഗ്രാഫ് ടെക്സ്റ്റിലുണ്ട്, നോക്കുക കേട്ടോ. ഓക്കെ, next question. Chamba went to a sale to purchase some pants and skirts. When her friends asked her how many of each she had bought, she answered, "The number of skirts is 2 less than twice the number of pants purchased. Also, the number of skirts is 4 less than 4 times the number of pants purchased. Help her friends to find how many pants and skirts Chamba bought." Okay, so we want to find number of pants and skirt Chamba bought. ഇപ്പം ഇങ്ങനത്തെ ഒരു വേർഡ് പ്രോബ്ലം വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ക്വസ്റ്റ്യനിലൊന്നും പറയുന്നില്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ ആദ്യം ഇക്വേഷൻ ഫോം ചെയ്തിട്ട് പിന്നെ നമ്മൾ എലിമിനേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡൊക്കെ ഉണ്ട്. അതിൽ ഏത് മെത്തേഡാണോ എളുപ്പം അത് വെച്ച് ചെയ്യാം. ഇനി സോൾവ് ഗ്രാഫിക്കലി എന്ന് ക്വസ്റ്റ്യനിൽ വന്നാൽ മാത്രം എന്ത് ചെയ്യാം? ഗ്രാഫ് വരച്ചിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ വേർഡ് പ്രോബ്ലംസ് അധികവും സബ്സ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ എലിമിനേഷൻ മെത്തേഡോ ഒക്കെ ചെയ്തിട്ട് ചെയ്യാനായിരിക്കും. പ്രത്യേകം സോൾവ് ഗ്രാഫിക്കലി ഉണ്ടാവാറില്ല. ഇനി എക്സാമിന് അഥവാ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു വേർഡ് പ്രോബ്ലം തന്നിട്ട് സോൾവ് ഗ്രാഫിക്കലി എന്ന് പറഞ്ഞാൽ ഞാനീ പറയാൻ പോകുന്ന രൂപത്തിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടില്ല, പക്ഷേ ഇത് ഗ്രാഫിക്കൽ പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് ഗ്രാഫ് വരച്ചിട്ടാണ് ഇതിനെ സോൾവ് ചെയ്യേണ്ടത്. ഒരു പണിയില്ല, 2 ഇക്വേഷൻസ് ഫോം ചെയ്യുക. ആ 2 ഇക്വേഷൻസ് ഫോം ചെയ്തിട്ട് ആ രണ്ടിൻ്റെയും ഗ്രാഫ്
ഗ്രാഫ് വരയ്ക്കുക. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എന്താണോ അവിടുത്തെ എക്സ് നോക്കുക, അതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ. വൈ നോക്കുക, അതാണ് സൊല്യൂഷൻ. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ എടുക്കുന്നത് അത്. ഓക്കെ, വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വേരിയബിൾസ് ആദ്യം അസൈൻ ചെയ്യണം, എക്സും വൈയും എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്, ഹൗ മെനി പാൻസ് ആൻഡ് സ്കേർട്സ് എന്നാണ്. സോ നമ്പർ ഓഫ് പാൻസും സ്കേർട്സും നമ്പർ ഓഫ് പാൻസിൻ്റെയും കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് സ്കേർട്സിനെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് എടുക്കാം. ഏത് എക്സ് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് സ്കേർട്സിനെ എക്സ് എടുത്തു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് സ്കേർട്സ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് പാൻസ് എടുക്കുക അല്ലേ, നമ്പർ ഓഫ് പാൻസ്. എക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് പാൻസ്, ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ വൈ ഈക്വൽ ടു എന്തെടുക്കാം, നമ്പർ ഓഫ് സ്കേർട്സ്, നമ്പർ ഓഫ് സ്കേർട്സ്. അപ്പോൾ നമ്പർ ഓഫ് പാൻസിനെ നമ്മൾ എക്സ് എന്ന് കൊടുത്തു, നമ്പർ ഓഫ് സ്കേർട്സിനെ വൈ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഒരു ഇക്വേഷൻ ഫോം ചെയ്യുക. ദി നമ്പർ ഓഫ് സ്കേർട്സ് ഈസ്, നമ്പർ ഓഫ് സ്കേർട്സിന് നമ്മൾ എന്തെടുത്തിക്കണം, വൈ എന്നാണ് അല്ലേ. അപ്പോൾ വൈ ഈസ് എന്ന് പറയുമ്പോൾ ഈക്വൽ ടു, വൈ ഈക്വൽ ടു 2 less than twice the number of pants, 2 less than twice the number of pants. അപ്പോൾ ഈ 2 ലെസ് ദാൻ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം -2 എന്ന് എഴുതരുത്. ഏതിൻ്റെ 2 ലെസ് ദാൻ, ട്വൈസ് ദി നമ്പർ ഓഫ് പാൻസ്. അതായത് നമ്പർ ഓഫ് സ്കേർട്സിൻ്റെ എണ്ണം നമ്പർ ഓഫ് പാൻസിനേക്കാൾ 2 കുറവാണ്. അപ്പോൾ നമ്പർ ഓഫ് പാൻസ് ട്വൈസ്, നമ്പർ ഓഫ് പാൻസിൻ്റെ ഡബിളിനേക്കാൾ 2 കുറവാണ് അല്ലേ. അപ്പോൾ ട്വൈസ് ദി നമ്പർ ഓഫ് പാൻസ്, അപ്പോൾ നമ്പർ ഓഫ് പാൻസ് എന്താണ്, എക്സ് ആണ്. അപ്പോൾ ട്വൈസ് ദി നമ്പർ ഓഫ് പാൻസിനേക്കാൾ 2 കുറവ് എന്ന് പറഞ്ഞാൽ ട്വൈസ് ദി നമ്പർ ഓഫ് പാൻസ് എന്ന് പറഞ്ഞാൽ 2x, അതിനേക്കാൾ 2 കുറവ് പറഞ്ഞാൽ 2x - 2. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ഇക്വേഷൻ രൂപത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഈ 2x അവിടെ ഉണ്ട്, ഈ -2 അവിടെ ഉണ്ട്, പ്ലസ് വൈനെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ -y എന്ന് വരും. ഓക്കെ, 2xൻ്റെ അവിടെ തന്നെ ഓൾറെഡി -2 ഉണ്ട്, ഈ പ്ലസ് വൈനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ -y എന്ന് വരും. അപ്പോൾ ഇക്വേഷൻ ഓർഡർ ചെയ്താണെങ്കിൽ 0 എന്ന് വരും. ഇനി അതല്ല, നമുക്ക് ഇങ്ങനെ എഴുതാം, ഇക്വേഷൻ 2x - y = 2. ഓക്കെ, 2x - y, അതായത് ഈ 2xൻ്റെ അടുത്തേക്ക് y കൊണ്ടുവന്നു. ഓക്കെ, ഈ വൈനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -y എന്ന് വരും, ഈ -2നെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ +2 എന്ന് വരും. അപ്പോൾ 2xൻ്റെ അടുത്ത് y കൊണ്ടുവന്നാൽ 2x - y, ഈ 2 പുറത്തേക്ക് കൊടുന്നാൽ =2. ഓക്കെ, ഒരു ഇക്വേഷനായി, ഇക്വേഷൻ നമ്പർ 1. ഇതേപോലെ നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട് അല്ലേ. ദ നമ്പർ ഓഫ് സ്കേർട്സ് ഈസ് 4 less than 4 times ദി നമ്പർ ഓഫ് പാൻസ്. നമ്പർ ഓഫ് സ്കേർട്സിന് നമ്മൾ എന്താ കൊടുത്തത്, നമ്പർ ഓഫ് സ്കേർട്സിന് നമ്മൾ y എന്നാണ് കൊടുത്തേക്കണം അല്ലേ. y ഈക്വൽ ടു 4 less than 4 times ദി നമ്പർ ഓഫ് പാൻസ്. അപ്പോൾ 4 times നമ്പർ ഓഫ് പാൻസിനേക്കാൾ 4 ലെസ് ആണ്. അപ്പോൾ 4 times നമ്പർ ഓഫ് പാൻസിന് നമ്മൾ എന്താ കൊടുക്കുക, 4 times നമ്പർ ഓഫ് പാൻസിന് നമ്മൾ 4x അല്ലേ. നമ്പർ ഓഫ് പാൻസ് 4 ആണ്, സോറി x ആണ്, അതിൻ്റെ 4 times പറയുമ്പോൾ 4x. ഓക്കെ, നമ്പർ ഓഫ് പാൻസ് 4x, 4 times നമ്പർ ഓഫ് പാൻസ് 4x, അതിനേക്കാൾ 4 ലെസ് ആണ് അല്ലേ. 4 ലെസ് എന്ന് പറയുമ്പോൾ -4. ഓക്കെ, സോ y ഈക്വൽ ടു 4x - 4. ഇത് നമ്മൾ നേരത്തെ പോലെ ഇക്വേഷൻ ആക്കിയിട്ട് ചെയ്താണെങ്കിൽ വൈനെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 4x - y എന്ന് വരും. ഓക്കെ, പ്ലസ് വൈനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ -y, ഈ -4നെ അങ്ങോട്ട് കൊടുന്നാൽ =4. ഇപ്പോൾ 2 ഇക്വേഷനായി. ഇനി നമ്മളിതിൻ്റെ ഗ്രാഫ് വരച്ചിട്ട് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. ഇതിന് കൺസിസ്റ്റൻ്റ് ആണോ അല്ലേ നോക്കണമെങ്കിൽ നമ്മൾ a1/a2 നോക്കിക്കഴിഞ്ഞാൽ 2/4 എന്നാണ് വരിക അല്ലേ. 2/4 എന്നാണ് a1/a2, അതായത് 1/2. ഇനി b1/b2 പറഞ്ഞാൽ വൈയുടെ കൂടുതൽ നമ്പർ, -1/-1 -1/-1 = 1 എന്നാണ് വരിക. അപ്പോൾ ഒരു a1/a2 നോട്ട് ഈക്വൽ ടു എന്താണ്, b1/b2 ആണ്. അപ്പോൾ എന്താണ്, ഇൻകൺസിസ്റ്റൻ്റ് ആണ്, അഥവാ ഇൻ്റർസെക്റ്റിംഗ് ലൈനായി, സോറി ഇൻകൺസിസ്റ്റൻ്റ് അല്ല, കൺസിസ്റ്റൻ്റ് ആണ്, ഇൻ്റർസെക്റ്റിംഗ് ലൈനാണ് അല്ലെ. ഇൻ്റർസെക്റ്റിംഗ് ലൈൻ ആണെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവും, സൊല്യൂഷൻ ഉണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഗ്രാഫ് വരച്ച് നോക്കുക, ടെക്സ്റ്റിലുണ്ട് ഇതിൻ്റെ ഗ്രാഫൊക്കെ. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് വരച്ച് നോക്കുക. ഈ 3 ക്വസ്റ്റ്യനും നിങ്ങൾ നോട്ടിൽ ചെയ്യുക, അതിനുശേഷം ഞാൻ പറഞ്ഞ ഹോംവർക്ക് ക്വസ്റ്റ്യനും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ.